വിത്ത് ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ അടിപൊളിയൊരു മസാല കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ തുമരപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് വഴഴുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ 3 കിഴങ്ങ് ആവശ്യമുണ്ട്. കിഴങ്ങ് നേരത്തെ തന്നെ നമ്മൾ കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. കിഴങ്ങ് അവിടെ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പെരിഞ്ജീരകമാണ്. നല്ലൊരു മണമൊക്കെ നമ്മുടെ ആ കറിക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകം കൂടി ഇട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ആ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരണം. നമ്മളിട്ട് ആ മഞ്ഞൾപ്പൊടിയും കുറച്ചൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ. അപ്പോഴാണ് കറിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കിഴങ്ങ് വേവിച്ച് വെച്ചിരുന്നല്ലോ, അത് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കിഴങ്ങിൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇതെല്ലാം ഒന്നും കൂടി ആ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അധികം അങ്ങ് ഉടഞ്ഞു പോവുകയും വേണ്ട, എന്നാൽ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും വേണ്ട. അതേ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയത്ത് നമ്മുടെ ആ കിഴങ്ങിലേക്ക് കുറച്ച് ഉപ്പും മസാലകളൊക്കെ ഒന്ന് പിടിച്ച് ആ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന ഫോമിൽ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സ്വാദിഷ്ടമായൊരു കറിയാണ് കേട്ടോ. അധികം മസാലകളും ഒന്നും ചേർക്കാത്ത നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു കറിയാണ്. ഇതുപോലെ ഇത് ഡ്രൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസാല ദോശയ്ക്കകത്ത് ഫില്ലിംഗ് ആയിട്ട് വെക്കാനും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞില്ലേ. അധികം മസാലകളോ എരിവോ ഒന്നുമില്ലാത്തൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.